ചേച്ചി, ചേട്ടന് ബോറടിച്ചെന്ന് തോന്നുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേട്ടനെ വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വാ. ഞാനും അമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം. വാ മോളെ, നമുക്ക് ഡാഡിയുടെ അടുത്ത് പോവാം. എന്താ ബോറടിച്ചോ? പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ, ആകപ്പാടെ ഒരു അലവലാതി കടപ്പുറം മാത്രമുണ്ട്. ഇത്ര എന്റർടൈൻമെന്റ് ഇല്ലാത്തൊരു സ്ഥലം. 2 ദിവസത്തേക്കല്ലേ രവിയേട്ടാ? എന്തിനധികം, 2 ദിവസം മതിയല്ലോ. വരൂ, നമുക്കൊന്ന് പുറത്ത് പോവാം. വരൂന്നേ. ദേ ഇരിക്കുന്നു. നീ പോയോ എന്റെ അപ്പൻ, ആ നാരായണനേരെ. എനിക്ക് ചെമ്മീൻ വേണം. മോൾ മുത്തശ്ശിയോട് ചോദിക്കേ. മുത്തശ്ശി, എനിക്ക് ചെമ്മീൻ വേണം. തരാം മോളെ. അമ്മേ, ഇവള് വലിയ ചെമ്മീൻ കൊതിച്ചാ. നീ രവിക്ക് ചെമ്മീൻ കൊടുക്ക്. മതി മതി മതി. കഴിക്കുന്നേ, അവിടുത്തെ പോലെ കോൾഡ് സ്റ്റോറേജിലെ മീനല്ല, ഫ്രഷാണ്. മുത്തശ്ശി, എനിക്ക് വിക്രമാദിത്യന്റെ കഥ പറഞ്ഞാ മുത്തശ്ശി? പറഞ്ഞു തരാം മോളെ. ഒരു രാജ്യത്ത് ഒരു രാജ. നീ ഉറങ്ങാൻ വരുന്നില്ലേ? മുത്തശ്ശി എടുത്ത് കിടന്നോളാം. ആ, പാതിരാത്രി അങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കരുത്, പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വിക്രമാദിത്യന്റെ കഥ കേൾക്കാൻ പോവാ. അമ്മേ, ഇവിടെ സൂക്ഷിച്ചോണം, രാത്രി കിടന്ന് മൂത്രം ഒഴിക്കും. മുത്തശ്ശി, ഈ മമ്മി കള്ളം പറയാ. എന്റെ മോള് മിട്ടിക്കുക. അമ്മ, ഞാൻ മോക്കിന് ഏറ്റവും എടുത്തോണ്ട് വരാം, ഒന്ന് മാറ്റിക്കാം. ശരി മോളെ. അതോ പറയൂ മുത്തശ്ശി. പറയാം മോളെ. ചേച്ചി, ചേട്ടന് പാല്. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞോ? ആ, അവിടെ നിന്ന് നീ ഇങ്ങനെ വന്നും പോയി നിന്നാലോ? ഇന്ന് നമ്മുടെ 5th വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതെ അതെ, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞൊരു കുട്ടിയായി, കുട്ടിയുടെ മുലമുടി നിർത്തി, എന്നിട്ട് നാണമില്ലല്ലോ. ശരിടാ. ഇന്ദുന്നല്ലേ പേര്? എന്റെ പേര് രവി, തൊഴിൽ എഞ്ചിനീയർ, 27 വയസ്സ്, 5 അടി 11 ഇഞ്ച് പൊക്കം, 79.5 കിലോ തൂക്കം. ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇന്ദു ഇതിനു മുമ്പ് എന്നെ കണ്ടു കാണുമല്ലോ. എനിക്ക് ഇന്ദുവിനോട് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ഒറ്റത്തടിയാ. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു. അതുകൊണ്ട് അമ്മായിയമ്മ പോലും നാത്തും പോലും ഒന്നും ഉണ്ടാവില്ല. നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിന്റെ പേരിലും ആവശ്യത്തിലേറെ സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ടും ഇന്നലെ വരെയുള്ള എന്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു. പിന്നെ ഒരു ഭാര്യയും കുഞ്ഞും വേണമെന്ന് തോന്നി. ഇന്ദുവിനെ കണ്ടത് മുതൽ ആ തോന്നൽ ശക്തിയായി തുടങ്ങി. എനിക്കൊരു കുടുംബജീവിതം തരാൻ ഇന്ദുവിന് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്താ ഒന്നും മിണ്ടാത്തത്? ആ, പിന്നൊരു കാര്യം, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണം. എന്താ ആലോചിക്കുന്നത്? ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. അപ്പോ ഞാനങ്ങോട്ട്.
എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയും. രവിയേട്ട, ഈ വിവാഹത്തിന് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, എന്റെ വീട്ടുകാരുൾപ്പെടെ. എല്ലാം എനിക്കറിയാമുണ്ട്. നിന്റെ ഈ തീരുമാനം വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ഞാനൊന്ന് പറയാം. ആളുകൾ പറയുന്നത് പോലെ എനിക്കിനി ഒരിക്കലും പഴയ രവിയാവാൻ കഴിയില്ല. എന്നെ വിശ്വസിക്കും. ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക്. അതിന് ചെറിയൊരു പോറിലേറ്റാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രവിയേട്ട. ഇല്ല എന്തു, ഇന്നു മുതൽ മരണം വരെ നിനക്കെന്ന് വിശ്വസിക്കാം. എന്താ സാറേ, ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇതായി പാല് കുടിക്കൂ. പിന്നെ പാല് വേറെ ജോലിയൊന്നുമില്ലേ? നീ വന്നേ. വാ, വാ, വാ. അമ്മ വരട്ടെ. അച്ഛാ, ഇനിയോട് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. വേണ്ട ചാരി, വെറുതെ എന്തിനാ അവിടെ ക്ലാസ് മുടക്കുന്നത്? അവളെ ഇവിടുന്ന് കോൺവെന്റിൽ കാറി കൊണ്ടു വിടാം. 1/2 മണിക്കൂറല്ലേ ആവൂ. ഇവിടെ വന്നാൽ അവള് പഠിക്കില്ല, മഹാകള്ളിയാ. അല്ലേ ഡാഡിയാ? അമ്മേ വരട്ടെ. ശരി ശരി മോനെ. ടാറ്റാ. ടാറ്റാ. ആ, എന്താ തോമസ്? ഞാൻ വീട്ടിൽ വന്നപ്പോ കോടതി പോയി പറഞ്ഞു. എന്നാ കേസ് വെച്ചിരിക്കുന്നത്? 26-ാം തീയതി. സാക്ഷികളൊക്കെ പ്രിപ്പയർഡ് ആണോ? 4 പേരെ ശരിയാക്കിയിട്ടുണ്ട്. 4 പേരുണ്ടോ? ദാറ്റ്സ് ടു മച്ച്. ആ പിന്നെ ആ വർക്ക് വേണ്ട. അയാൾ ഇവിടെ വന്നൊന്ന് പറയും, കോടതി ചെന്ന് മറ്റൊന്ന് പറയും. അയാളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതി സാക്ഷികളുമായി വീട്ടിലേക്ക് വരും. ശരി. ഞാൻ വരട്ടെ. ഓ. ഹലോ. എന്താ മോളെ, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ കാർ അയച്ചിരുന്നു. അയ്യോ ഡാഡി, ഒരു കേസ് അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. നാളെ ഈവനിങ് ഫ്ലൈറ്റ് ഞാൻ വരാം. എയർപോർട്ട് വണ്ടി അയക്കൂ. ആ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നിന്റെ അങ്കിൾ എന്തെടുക്കുന്നു? അങ്കിൾ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഡാഡി. ഓക്കെ, ബൈ ബൈ. ആ അങ്കിൾ, ഡാഡി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പോകുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. ഏതായാലും നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഗോപാല? ഡോക്ടർ, എനിക്കൊരു സഹായം കൂടി ചെയ്യണം. എന്താ? നേരത്തെ വാങ്ങിയ രൂപയടക്കം ഞാൻ ഒരുമിച്ച് തരാം. കാര്യം എന്താന്ന് പറയും. എന്റെ ചേട്ടന് ഷാജിമാർ ഹോട്ടലിലെ ജോലി. കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ സുഖമില്ലാതെ കിടപ്പില്ല. വീട്ടിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഗോപാലിന് എത്ര രൂപയാണ് വേണ്ടത്? ഒരു 50 രൂപ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരം. ഡോക്ടർ പോകുന്നില്ലേ? ഓ, രവി സാറ് വരണായിരിക്കല്ലേ? അതെ, ഇത്ര സമയമായിട്ടും കണ്ടില്ല. ടാക്സി വിളിക്കണം. വേണ്ട, രവീട്ടം വരാതിരിക്കില്ല. ഓ.
ഡാഡി സലിമംഗിൾ കൊണ്ടുവന്ന ട്രെയിനാ. കൊള്ളാവല്ലോ മോളെ. അയ്യോ ഡാഡി, മമ്മി അവിടെ? എന്തു വന്നില്ലേ? ഇല്ല. കോൺഫറൻസ് കഴിയുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറയാൻ ഞാൻ ആ തോമസിനോട് പറഞ്ഞതാണല്ലോ. അവൻ മറന്നു കാണും. മണി 8 ആയല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം. വേഗം വരണേ ഡാഡി. വാണ്ടി കളിക്കാം. കളിക്കാം. ഇത്ര നേരമായിട്ട് സാറിനെ കാണുന്നില്ലല്ലോ. മണി 8 കഴിഞ്ഞു. ഒരുപക്ഷെ ഡോക്ടർ പോയി കാണുമെന്ന് കരുതി സാറ് വീട്ടിലേക്ക് പോയിരിക്കും. ഗോപാലൻ പോയി ടാക്സി വിളിച്ചോണ്ട് വരും. ശരി ഡോക്ടർ. ഗോപാല, എന്തു ഭാഗത്തുണ്ടോ? ഉണ്ട്. ഡോക്ടർ ഭയങ്കര ചൂടില്ല. സാറ് വേഗം എത്തിക്കല്ലേ. ഞാൻ കോൺഫറൻസിന് തോമസിനെ വിളിച്ചപ്പോ വീട്ടിൽ ചെന്നപ്പോ സലീം ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. പോവാം. പശുക്കുട്ടി വട്ടം ചാടിയതാ. അപ്പൊ അവര് പോയിക്കോട്ടല്ലേ? മമ്മിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ദിവസം ഡാഡി വന്നാലേ വരത്തുള്ളൂ. ഡോക്ടർ സാറിന്റെ ഒരു കോപം. ഓടി ഓടുന്നു. മോളെ, മമ്മി ഡാഡിയോട് പിണങ്ങിയിരിക്കുക. അതെയോ? മമ്മി പിണങ്ങിയ പിണങ്ങട്ടെ, ഡാഡിക്ക് ഞാനല്ലേ. അയ്യോ മോളെ, മമ്മി പിണങ്ങിയ ഡാഡിയുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങും. അതെന്താ? അത് ശരി. അല്ല, നമ്മളിപ്പോ ശാപ്പാടിന് എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. കൊള്ളാമല്ലോ.
അടിക്കലും വന്നേ അടിക്കലും വന്നേ. അയ്യേ, എന്താ മമ്മി ഇത്? ആഹാ, ഇപ്പൊ ഞാൻ പുറത്തായി. മമ്മിക്ക് നാണല്ലോ വഴക്കിട്ടിരുന്നത് ഡാഡിയെ കെട്ടിപ്പിടിക്കാൻ. എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു മോളെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ പോട്ടെ. ഓ, അവളുടെ ഒരു ഡാൻസും കൂത്തും. മമ്മിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിന്നെ ഡാഡിയുടെ കൂടെ കിടക്കാൻ വരുന്നത്? ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ കിടന്നുറങ്ങിക്കോളാം. മോളുവാ, നിന്റെ മമ്മിയെ എത്ര പറഞ്ഞാലും കേൾക്കൂല. നാണമില്ലാതെ ഡാഡിയുടെ കൂടെ ഒന്ന് എപ്പോഴും കിടക്കും. ഒന്ന് എഴുതിട്ട് പോടി ശവമേ. ചതിക്കല്ലേ മോളെ. എന്താ ഡാഡി? ഒന്നുമില്ല മോളെ, മോളുറങ്ങിക്കോ. ഉറങ്ങിക്കോട്ടാ. ആ ഉറങ്ങിക്കോ. You see this? This growth may develop into ulcer. Yeah, but this is not so serious. നമുക്ക് നോക്കാം. ശരി. അല്ല, ഇതാര് വക്കീൽ സാറോ? നീ ഇവിടെ തന്നെ ഉണ്ടോടി? നിനക്കിടയ്ക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും സമയമില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തില്ലെന്ന്? നീ അങ്കിളിനോട് ചോദിച്ചു നോക്ക്. ബൈ ദ ബൈ, ഷീസ് ഡോക്ടർ റേച്ചൽ. ഹലോ, ഐ ആം രജനി. അറിയാം. നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇന്ദു എപ്പോഴും എന്നോട് പറയാറുണ്ട്. പിന്നെന്താ പതിവില്ലാതെ? ഞാനിന്ന് ബാംഗ്ലൂർ വരെ പോകുന്നു, ഡാഡിയുടെ അടുത്തേക്ക്. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്താ വിശേഷം? ഡാഡിക്ക് വിളിക്കാൻ വല്ല വിശേഷം വേണോ? 365 ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ ഇരുന്ന ഡാഡിക്ക് അത്രയ്ക്ക് വലിയ ഹാപ്പിയാ. അയ്യോ, സമയം ഒരുപാടായി, ഞാൻ വരട്ടെ. ഓക്കെ, വിഷ് യു ഹാപ്പി ഡേ. താങ്ക് യു. ഡോക്ടർ, ഈ പേഷ്യന്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കും. ശരി ഡോക്ടർ.